ഇവിടെ നമുക്ക് 2�8 into 3�6 into 5⁴ into 10⁵. ഇതിന്റെ എത്ര ഫാക്ടേഴ്സ് 120യുടെ മൾട്ടിപ്പിൾ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സ്പോണന്റ് ഫോമാറ്റിൽ റെപ്രസെന്റ് ചെയ്ത് പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമാറ്റിലേക്ക് മാറ്റുക. ഇവിടെ 10 എന്നുള്ളത് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ടല്ല. സോ നമുക്ക് 2�8 into 3�6 into 5⁴ into 10⁵ നമുക്ക് 2⁵ into 5⁵ എന്ന് എഴുതാം. സോ എല്ലാ പ്രൈം നമ്പേഴ്സിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് എക്സ്പ്രസ് ചെയ്താൽ 2⁵8ഉം 2⁵5ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2⁵8 + 5 2⁻13 വരും. ഇൻറ്റു 3�6 ഇൻറ്റു 5ൻ്റെത് 4 + 5 5⁹9. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ എത്ര ഫാക്ടേഴ്സ് 120യുടെ മൾട്ടിപ്പിൾ ആണെന്നാണ്. സോ 120 എന്നുള്ള നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമാറ്റിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2⁵3 into 3 into 5 എന്ന് വരും. സോ 120യുടെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ഇത് ഇൻറ്റു കെ എന്നുള്ള ഫോർമാറ്റിൽ വരണം. സോ നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ 120യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2⁻13 into 3⁻6 into 5⁹9നെ 2⁻3 into 3 into 5 ഇത് 120 ആണ്. ഇൻറ്റു ബാക്കി വരുന്നത് 2⁻13ൽ 3 പോയി കഴിഞ്ഞാൽ 2⁻10 into 3⁵5 into 5⁸8 ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ഇത് 120 ആണ്. സോ 120യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഈ കെയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 2⁻10 into 3⁵5 into 5⁸8 ആണ്. സോ 120യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാണാൻ നമ്മൾ ഈ കെയുടെ ഫാക്ടേഴ്സ് എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. അതായത് 2⁻10 into 3⁵5 into 5⁸8ന്റെ ടോട്ടൽ ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ടോട്ടൽ ഫാക്ടേഴ്സ് കാണാൻ നമ്മൾ എക്സ്പോണന്റിനെ 1 ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 10നോട് 1 ആഡ് ചെയ്യുമ്പോൾ 11 5 6 ആവും 8 9 ആവും. സോ 11 into 6 into 9 which is equal to 594. So option C is the correct answer.